സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിനു ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് നടന്ന പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് 470 പരാതികൾ. നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ലഭിച്ച 307 പരാതികളും പുതുതായി ലഭിച്ച 163 പരാതികളുമാണ് അദാലത്തിന്റെ ഭാഗമായി വന്നത്. അദാലത്തിൽ ജനപ്രതിനിധികളുണ്ട്, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുണ്ട്, സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ട്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവും, ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാന സർക്കാർ മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മന്ത്രിമാർ പങ്കെടുക്കുന്ന താലൂക്ക് അദാലത്തുകൾ. അതും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം രണ്ടാമത്തെ തവണയാണ്. നവകേരള സദസ്സിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഇത്തരം ഇടപെടലുകൾ താലൂക്ക് അദാലത്തുകളിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. പല സംസ്ഥാന സർക്കാരുകളും ഇത്തരം പ്രവർത്തനം നടത്താൻ അതാതിടങ്ങളിലെ ജനങ്ങൾ കേരളത്തെ പോലെ ഇതുപോലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. പരാതിക്കാരെ നേരിട്ട് കേട്ടാണ് 152 പരാതികൾ മന്ത്രിമാർ തീർപ്പാക്കിയത്. 29 കുടുംബങ്ങളുടെ APL റേഷൻ കാർഡുകൾ BPL ആക്കി മാറ്റി. തീർപ്പാകാത്ത പരാതികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുത്ത് പരാതിക്കാരെ അറിയിക്കാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർ അപൂർവ ത്രിപാഠി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.